ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ S1 മാത്സ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കമന്റ്സ് ഞാൻ കണ്ടു. സപ്ലിനെ പറ്റി ആലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ട്, സപ്ലിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് സപ്ലിനെ പറ്റിയുള്ളൊരു ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതാണ്. അപ്പം ആദ്യമായിട്ട് തന്നെ സപ്ലി എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എത്ര മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് സപ്ലി വരുന്നത്, എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഒരു സപ്ലി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ S1 നിങ്ങളുടെ റിസൾട്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ എക്സാം കഴിയുന്ന ദിവസം ഉണ്ടല്ലോ, ആ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 1 to 2 മന്തിന്റെ ഇടയിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും വരും. ഇപ്പൊ ഓട്ടോണമസ് ഒക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു K20 ഇത് വെച്ചിട്ട് ഒരു 1 to 2 മന്തിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും വരും. അത് ഏതൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, S2 ക്ലാസ് കഴിഞ്ഞിട്ടാണോ റിസൾട്ട് വരുന്നതെന്ന്. അല്ല, എന്ന് വെച്ചിട്ട് നമ്മളുടെ ഈ റിസൾട്ട് വന്നിട്ടല്ല S2 ക്ലാസ് തുടങ്ങുന്നത്. നമ്മൾ S2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ റിസൾട്ട് വരുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, K2 ഈ റിസൾട്ട് വരുന്നത് എപ്പോഴും ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാതിരാത്രിയിലായിരിക്കും. കൂടുതലും ഇങ്ങനെ രാത്രിയിലൊക്കെ വരാനുള്ളതാണ് സാധ്യത. അപ്പം ഇങ്ങനെ രാത്രിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും റിസൾട്ട് നോക്കുന്ന ടൈമിലൊക്കെ. അപ്പം ചില ദിവസം എന്റെ ഒരു റിസൾട്ട് മാത്രം ഏതോ ഒരു വെളുപ്പിനെ മാത്രം വന്നിട്ടുണ്ടായിരുന്നു. എന്റെ S1 റിസൾട്ട് വരുന്നത് ഏകദേശം ഒരു 11-11:30 ആ ഒരു ടൈമിലായിരുന്നു എന്നാ തോന്നുന്നത്. ഞാൻ എന്തായാലും അന്ന് രാത്രി തന്നെ നോക്കിയില്ല, എനിക്ക് നല്ല ടെൻഷനാണ്. നമ്മൾ ഈ റിസൾട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ സൈറ്റ് ബ്ലോക്ക് ആവും, പിന്നെ നമുക്ക് കുറെ നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരും കുത്തി റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ടൈമിലായിരിക്കും ഏകദേശം നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. ഇപ്പൊ റിസൾട്ട് വന്നു കഴിയുമ്പം ഞാനൊക്കെ ആദ്യമേ തന്നെ നോക്കുന്നത് SGPA CGPA അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, F ഉണ്ടോന്നാ നോക്കുന്നത്. F എന്ന് വെച്ചാൽ ഫെയിൽഡ്. അപ്പം ആ ഒരു F ഗ്രേഡ് ഏതെങ്കിലും സബ്ജക്റ്റിന് ഉണ്ടോന്ന് നോക്കും. അപ്പൊ അത് കാണത്തില്ലാത്ത ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പൊ ആദ്യത്തെ സമയത്ത് ഈ ഗ്രേഡ് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. S1 ടൈമിൽ ഈ ഗ്രേഡിന്റെ സ്പ്ലിറ്റേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഈ ഗ്രേഡ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഏറ്റവും വലിയ ഗ്രേഡാണ് S എന്ന് പറയുന്നത്. അപ്പം S ഗ്രേഡ് നമുക്ക് ഇപ്പം നല്ല പഠിപ്പുകൾക്കൊക്കെ ആണെങ്കിൽ സബ്ജക്റ്റിനൊക്കെ S ഗ്രേഡ് കാണും, അല്ലെങ്കിൽ നമുക്ക് ലാബിനൊക്കെയാണ് കോമൺ ആയിട്ട് S ഗ്രേഡ് കിട്ടുന്നത്. പിന്നെ S, A+, A, B+, അങ്ങനെയാണ് നമ്മളുടെ ഗ്രേഡിംഗ് ഡിവിഷൻ പോകുന്നത്. S എന്ന് വെച്ചാൽ 90% എബവ്, പിന്നെ 80% എബവ്, 70% എബവ്, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ നോക്കുന്നത് F ഉണ്ടോന്ന് മാത്രമാണ്. F എന്ന് വെച്ചാൽ നമ്മൾ ഫെയിൽഡ് ആണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മളുടെ SGPA, ഇപ്പൊ ചിലത് നമ്മൾക്ക് ഈ സൈറ്റിൽ കാണുമ്പോൾ SGPA കാണാൻ പറ്റില്ല, ഒരു 1-2 ദിവസമൊക്കെ കഴിയും. അപ്പൊ നമ്മളുടെ SGPAയും അവിടെ നമ്മൾ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ SGPA ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഏത് ഗ്രേഡ് ആണെങ്കിലും നമുക്ക് നല്ല ഗ്രേഡ് ആണെങ്കിൽ SGPA 8 എബവ് ആയിരിക്കും. പിന്നെ SGPA CGPA തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. കുറെ പേര് CGPA അഫക്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ SGPA എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓരോ സെമ്മിന്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് SGPA എന്ന് പറയുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ 90% എബവ് ആണെങ്കിൽ S ഗ്രേഡ്, അതിനൊരു ക്രെഡിറ്റ്, അങ്ങനെയാണ് എടുക്കുന്നത്. ക്രെഡിറ്റ് എന്നല്ല, ഒരു മാർക്ക്. ഈ ക്രെഡിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ക്രെഡിറ്റ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും സെയിം മാർക്ക് ആയിരിക്കും. അത് ഏത് ഗ്രേഡ് ഉള്ളവരാണെങ്കിലും സെയിം ക്രെഡിറ്റ് ആയിരിക്കും. ഇപ്പം ഈ ഒരു സബ്ജക്റ്റിന് 4 ക്രെഡിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഏതെങ്കിലും മാത്സിന് 4 ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പൊ മാത്സിന് നമുക്ക് P ഗ്രേഡ് ആണെങ്കിലും ക്രെഡിറ്റ് 4 തന്നെ ആയിരിക്കും. നമ്മളുടെ SGPAയിലാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പൊ ബാക്കി സ്റ്റുഡൻസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇപ്പൊ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ, നമുക്ക് ഈ ഒരു സെമ്മിന്ന് ആ ഒരു സെമ്മിലേക്ക് പോകാനുള്ളത് മാത്രമാണ് ഈ ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം S1 S2 പോകുന്നതിന് പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഒരു സെമ്മിന്ന് വേറെ സെമ്മിലോട്ട് അങ്ങനെ പോകുന്നതിനും ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഞാൻ അന്വേഷിച്ചപ്പം S1 S2 കഴിഞ്ഞിട്ട് പിന്നെ S5 എന്തോ പോകുമ്പോൾ എന്തോ ക്രെഡിറ്റിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ 26 ക്രെഡിറ്റ് എന്തോ വേണം. അതൊക്കെ സുഖമായിട്ട് കിട്ടും. S1 S2 കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 26 ക്രെഡിറ്റ് വേണമെന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനത്തെ വേറെ ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് S1 കിട്ടുന്ന ക്രെഡിറ്റ് അത്ര വേണം, ഇതൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ എല്ലാം പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ ക്രെഡിറ്റ് അവിടെ കിട്ടും. പിന്നെ SGPA വരുന്നത്, ഇപ്പൊ SGPA 6 എബവ് ആണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഫസ്റ്റ് സെമ്മിലൊക്കെ 6 വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് സെമ്മിൽ 7 പോയിന്റ് എന്തോ ആയിരുന്നു, എനിക്ക് ഏതോ ഒരു സെമ്മിൽ 6 വന്നിട്ടുണ്ട്. എന്നിട്ടും ഇപ്പൊ എനിക്ക് 7 എബവ് ഉണ്ട് CGPA. അപ്പം ഫസ്റ്റ് സെമ്മിൽ ഇപ്പൊ നിങ്ങൾക്ക് 7 എബവ് കിട്ടുവാണെങ്കിൽ നല്ലതാണ്, 8 എബവ് ഒക്കെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം 7 തൊട്ട് എബവ് ആണെങ്കിൽ ഒരു നല്ല സ്കോർ ആയിരിക്കും. അപ്പം ഒരു 7 എബവ് കിട്ടി. ഇപ്പൊ SGPA നിങ്ങൾക്ക് ഇപ്പൊ 7.7 കിട്ടിയെന്ന് വെച്ചായിരിക്കും. അത് കഴിയും അപ്പൊ നിങ്ങൾക്ക് CGPAയും അത് തന്നെയായിരിക്കും. പിന്നെ CGPA അതല്ല, CGPA എന്ന് പറഞ്ഞാൽ SGPAന്റെ ആവറേജ്. പിന്നെ നിങ്ങളുടെ S2 എക്സാം വരുമല്ലോ. ഇപ്പൊ S2 എക്സാം വരുമ്പം അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു SGPA വരുമല്ലോ. ആ 2 SGPAയും കൂടെ ആവറേജ് ആയിരിക്കും
പിന്നെ നിങ്ങളുടെ CGPA എന്ന് പറയുന്നത്. ഈ CGPA ആണ് നമ്മളുടെ ഫൈനൽ ഗ്രേഡ്, അതായത് ബിടെക് കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 8 സെമസ്റ്ററും കഴിഞ്ഞിട്ട് 8 സെമസ്റ്ററും കഴിയുമ്പോൾ നമുക്ക് 7.5 ആണ് CGPA എങ്കിൽ നമ്മളുടെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 75% ആണ് ബിടെക്കിന് കിട്ടിയേക്കുന്ന മാർക്ക്. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ SGPA CGPA എന്നുള്ളത്. ഇനി പറയുകയാണെങ്കിൽ ഇപ്പൊ സപ്ലി വന്നല്ലോ, ഇപ്പൊ ഒരു സെമ്മില് സപ്ലി വരുമ്പം അത്രയും ആ മാർക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു 6 അല്ല 4 3 അങ്ങനെയൊക്കെ വരും നമ്മുടെ CGPA എന്ന് പറയുന്നത്. അത് 30% സപ്ലി വരുവാണെങ്കിൽ. അപ്പം ഇപ്പൊ S1 നിങ്ങൾക്ക് സപ്ലി വന്നാൽ എപ്പോൾ എഴുതാന്ന് കുറെ പേര് കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു. ഇപ്പൊ S1 സപ്ലി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. അതായത് S2 സമയത്ത് തന്നെ, എന്നുവെച്ചാൽ S2 നിങ്ങളുടെ എക്സാം കഴിയുമ്പോൾ മേ ബി ഈ S1 എക്സാം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നേരത്തെ എന്ന് വെച്ചാൽ ഇപ്പൊ S1 സപ്ലി വരുവാണെങ്കിൽ S3 എഴുതാൻ പറ്റുന്നത്. ഓട് സെമ്മിന്റെ സപ്ലി അടുത്ത ഓട് സെമ്മിലായിരുന്നു എഴുതാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ഞാൻ അതിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഓട് സെമ്മിലായിക്കോട്ടെ സപ്ലി വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈവൻ സെമ്മിൽ വേണമെങ്കിൽ തന്നെ എഴുതിയെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് S2 തന്നെ വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. പിന്നൊരു കാര്യം, നമ്മളുടെ റിസൾട്ട് വന്നിട്ട് നമ്മൾ സപ്ലി എക്സാം എഴുതി കഴിയുമല്ലോ. ഇപ്പൊ സപ്ലി എക്സാം നമ്മൾ എഴുതി, ഇപ്പൊ S1 ഒരു സപ്ലി വന്നു, അതിന്റെ സപ്ലി നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ S1 നമ്മൾക്ക് സപ്ലി വന്നു, ആ സപ്ലി നമ്മൾ റീവാലുവേഷന് കൊടുത്തെന്ന് വെച്ചോ. ഇപ്പൊ നമുക്ക് അതിന് മാർക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിന് റീവാലുവേഷന് കൊടുത്തു. പക്ഷെ ഈ റീവാലുവേഷൻ റിസൾട്ട് വരാൻ നല്ല ടൈം എടുക്കും. അതിന്റെ കാരണം ബിസിനസ് ആവാം, എനിക്ക് അറിഞ്ഞൂടാ. റീവാലുവേഷൻ റിസൾട്ട് വരാൻ നല്ല ടൈം എടുക്കും. നമ്മൾ അടുത്ത സപ്ലിയും കൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് റീവാലുവേഷന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ സപ്ലി എക്സാം രജിസ്റ്റർ ചെയ്ത് അത് എഴുതേണ്ടി വരും. ഇപ്പൊ എന്തായാലും നമ്മളുടെ ആ പൈസ അവിടെ പോവും. പിന്നെ അതിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് റീവാലുവേഷന് കിട്ടുന്ന ഗ്രേഡ് ജസ്റ്റ് പാസ് ഗ്രേഡ് ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ സപ്ലി എഴുതി നല്ല ഗ്രേഡ് കിട്ടുവാണെങ്കിൽ ആ ഗ്രേഡ് നമുക്ക് കൂട്ടും. പക്ഷെ അങ്ങനെ കൂട്ടുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ലാസ്റ്റ് നമുക്ക് ബിടെക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അതിൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് അങ്ങനെ കാണിക്കും. ഇപ്പൊ ഈ ഒരു സംഭവം സെക്കൻഡ് അറ്റംപ്റ്റിലാണ് നമ്മൾ ക്ലിയർ ചെയ്തെന്നുള്ളത്. പകരം നമ്മൾ റീവാലുവേഷന്റെ ഗ്രേഡ് തന്നെ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് വരത്തില്ല. പക്ഷെ നമ്മുടെ ഗ്രേഡ് ഇമ്പ്രൂവ് ആവും. അപ്പൊ അങ്ങനെ രണ്ടും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് സപ്ലി നമുക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ സപ്ലി നമ്മൾ എഴുതിയെടുത്താലും നമ്മളുടെ മാർക്ക്, നമ്മൾ അപ്പം എഴുതുന്ന മാർക്ക് അതുപോലെ തന്നെയാണ് കിട്ടത്തുള്ളൂ. ഇപ്പം മേ ബി നമുക്കിപ്പം നമ്മളെക്കാളും കൂടുതൽ SGPA ഉള്ള ഒരാളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഈ ഒരു സബ്ജക്ട് എഴുതിയെടുക്കുമ്പോൾ കൂടുതൽ SGPA കിട്ടുവാണെങ്കിൽ നമുക്ക് അയാളെക്കാളിലും കൂടുതൽ SGPA നമുക്ക് എഴുതി വാങ്ങാൻ പറ്റും. അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് സപ്ലി എഴുതി കഴിയുമ്പോൾ. അഡ്വാൻറ്റേജ് എന്നല്ല, സപ്ലി വന്നാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം സപ്ലി ഇങ്ങനെ ആലോചിച്ചാൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴേ തന്നെ നിങ്ങൾ സപ്ലിയുടെ കാര്യമൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ സബ്ജക്ട് വൈസ് ഉള്ള വീഡിയോ ആയിരുന്നു ഇടാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത്രയുള്ള സപ്ലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുവാണെങ്കിൽ, പിന്നെ സപ്ലി എക്സാം എഴുതാൻ എന്തോ ഒരു 200 to 300 റേഞ്ചിലുള്ള ഒരു റേറ്റും വരും. അത് കോർ സബ്ജക്ട് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നൊരു കാര്യം, ഈ റിവാലുവേഷൻ ഒന്നും കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നിട്ട് നിങ്ങൾക്ക് നല്ല ഉറപ്പാണ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ എടുപ്പിച്ച് നോക്കാം. പക്ഷെ അതിനും എന്തോ 1000 അപ്പോ എന്തോ ഒരു പ്രൈസ് വരും. നിങ്ങൾ കണ്ടു കാണുമല്ലോ, റീവാലുവേഷൻ അത്ര എഫക്റ്റീവ് ആയിട്ട് പലർക്കും തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെ പേപ്പർ എടുത്തപ്പോ ഈ ഇടയ്ക്ക് ഒരു കുട്ടി അങ്ങനെ ചെയ്തിട്ട് കണ്ടു കാണുമല്ലോ നിങ്ങൾ. അത് കുറച്ച് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പേപ്പർ എടുപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുപ്പിക്കാം. പക്ഷെ അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്. നമുക്ക് ആ പൈസ ഒന്നും എന്തായാലും തിരിച്ചു കിട്ടത്തില്ല. ഇപ്പൊ റീവാലുവേഷൻ റിസൾട്ട് വന്നാലും നമ്മൾ സപ്ലിക്ക് കൊടുത്ത പൈസ നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടത്തില്ല, അങ്ങനെ കിട്ടത്തൊന്നുമില്ല. അപ്പൊ അത്രേ ഉള്ളൂ സപ്ലിയുടെ കാര്യമൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.